വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങൾ അരിത്മെറ്റിക് ഓഫ് പാർട്സ് അല്ലെങ്കിൽ ഭാഗക്കണക്കുകൾ. അതിൻ്റെ 4 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് 5ാമത്തെ പാർട്ടാണ്. 5ാമത്തെ പാർട്ടിൽ പേജ് നമ്പർ 61ാമത്തെ പേജിലെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ അതിന് മുമ്പേ ഒരു ടെസ്റ്റിലൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. നോക്കിക്കേ, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് വരെ ചെയ്ത് പഠിച്ചിട്ട് വേണം ഇത്. ഒന്ന് വെച്ചാൽ പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഓരോ പാർട്ടും കറക്റ്റായിട്ട് നോക്കി വേണം പഠിക്കാൻ കേട്ടോ. ചാടി കയറി പാർട്ട് 4ഓ 5ഓ ഒന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല കേട്ടോ. അതുകൊണ്ട് ഓരോന്നിൻ്റെയും ഘട്ടങ്ങളായിട്ടാണ് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഭാഗങ്ങൾ പിന്നെ നമ്മൾ മാറുമ്പോൾ, അതായത് ഇതുവരെ നമ്മൾ കൂട്ടാനായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. അതിന് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതായി, ഇനി അതിലോട്ട് പോകുന്നില്ല. 2 കണക്കുകൾ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടും കേട്ടോ. അങ്ങനെയാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി ഭാഗങ്ങൾ മാറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്. ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ടെസ്റ്റാണ്. ഭാഗങ്ങൾ മാറ്റുമ്പോൾ, അതായത് 3/4 മീറ്റർ നീളമുള്ള ഒരു നാടെന്ന് വെച്ചാൽ റിബൺ ആവുന്നില്ല. അതിൽ നിന്നും 1/4 മീറ്റർ മുറിച്ചു മാറ്റിയാൽ മിച്ചമുള്ള നാടയുടെ നീളം എത്രയാണ്? നോക്കിക്കേ, ഇതൊരു റിബണാണ്. ഈ റിബണിൽ 3/4 മീറ്റർ നമ്മൾ ഫുള്ള് 1 2 3 4 അല്ലേ. 4ൽ 4നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 4ൽ 4നെ നമ്മൾ എന്ത് പറയുന്നു? ഫുള്ള് അല്ലേ. ഫുള്ളാന്ന് പറഞ്ഞു. നമ്മളത് കുറേ ചെയ്തതാണ് ഇങ്ങനെ. 4ൽ 4, 3ൽ 3, 5ൽ 5, 10ൽ 10. ഇതിൻ്റെ എല്ലാ ആൻസർ 1 ആണ് വരുന്നത്. ഇത് കുറേ പറഞ്ഞതാണ്. ഇപ്പം നമുക്ക് 3/4 എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര? 4ൽ 3 ആണ് 3/4. അതറിയാമല്ലോ. ഇത് 4ൽ 1, 4ൽ 1, 4ൽ 1, 4ൽ 1. ഇത് രണ്ടും കൂടിയാകുമ്പം 4ൽ 2 അല്ലേ. അതൊക്കെ നമുക്ക് പറയാനറിയാം. അപ്പോൾ ഇത് മൊത്തം കൂടെ ആകുമ്പോൾ 4 എണ്ണത്തിൽ, ഈ താഴെ തരുന്ന 4 എന്ന് വെച്ചാൽ മൊത്തം 1 2 3 4, 4 എണ്ണത്തിൽ 3 എണ്ണത്തിനല്ലേ ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പം 4ൽ 3 കേട്ടോ. 4ൽ 3 മീറ്റർ നീളമുള്ള ഒരു റിബൺ അല്ലെങ്കിൽ നാട. അതിനകത്തുനിന്ന് നമ്മൾ എത്ര? 4ൽ ഒരു ഭാഗം ഈ ഒരു ഭാഗം എടുത്തു കളഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ഉണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ 3/4 മീറ്റർ നീളമുള്ള ഒരു നാട. ഞാൻ ഇംഗ്ലീഷും മലയാളവും ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. 3/4 മീറ്റർ നീളമുള്ള ഒരു നാട. അതിനെ നമ്മൾ എന്തോ ചെയ്യണം? പിന്നെ അതിൻ്റെ 4ൽ 1 മുറിച്ച് മാറ്റിയാൽ എത്ര ആണെന്ന്. 3/4 എന്ന് കേട്ട് കഴിഞ്ഞാൽ 3/4. ഇത് നമ്മൾ കുറേ പറഞ്ഞതാവും നിങ്ങളെ. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാണ്. കാൽ മീൻസ് ക്വാർട്ടർ, QUART, ക്വാർട്ടറാണ്. 2/4 ഇത് എപ്പോഴും അറിയണം. 2/4 എന്ന് വെച്ചാൽ ഹാഫാണ്, പകുതിയാണ്. 3/4 എന്ന് വെച്ച് കഴിഞ്ഞാലാണ് 3/4. 3/4 എന്ന് വെച്ചാൽ 3/4 കേട്ടോ. ഇതൊക്കെ അറിയണേ. ഇനി ഏതൊരു സംഖ്യയുടെയും ഇപ്പോൾ 4/4 എന്ന് വെച്ചാൽ ആൻസർ 1 ആണ്. 10/10 എന്ന് വെച്ചാൽ ആൻസർ 1 ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെയുള്ള ചാപ്റ്ററിൽ. 25/25 എന്ന് വെച്ച് കഴിഞ്ഞാലും 1 ആണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പാർട്ടായിട്ട് ഓരോ ഭാഗത്തിലും പറയുന്നുണ്ട്. ഇവിടെ 3/4ൽ നിന്നും എത്ര കുറയ്ക്കാനാണ് പറഞ്ഞത്? 1/4 ഭാഗം. കാലെന്ന് വെച്ചാൽ 1/4 ആണേ. ഒന്ന് കുറച്ച് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയേ? ഡിനോമിനേറ്റർ ഒരുപോലെയാണോ വന്നത്? ഡിനോമിനേറ്റർ ഇവിടെ എത്ര മുറിച്ച് മാറ്റാനാണ് പറഞ്ഞത്? 1/4 നിന്നും 3/4 മീറ്റർ നീളമുള്ള ഒരു നാടയിൽ നിന്നും 1/4 മീറ്റർ നീളം മാറ്റി വെച്ചാൽ എത്ര എന്നാ? 1/4 എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 1/4. അപ്പം നമുക്ക് എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? നോക്കിയാൽ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് 4 എഴുതാം. പിന്നെ 3ൽ നിന്നും 1 കുറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 വരും, 2/4 വരും. ഇനി ഇത് ഏതെങ്കിലും ടേബിളിൽ പറ്റുമോ? 2ഉം 4ഉം പറ്റും അല്ലേ. 2ൻ്റെ ടേബിളിൽ പറ്റും. 1 2 2 2 2 4. അപ്പോൾ 1/2 ആണ് നമുക്ക് ആൻസർ വരേണ്ടത് കേട്ടോ. 1/2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 1/2. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിനകത്തിൽ ചെയ്തിട്ടേക്കുന്ന കണക്കുകളായത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ 3/4ൽ നിന്നും അതായത് 3/4 ഭാഗം നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. 3/4 എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഞാനിവിടെ എഴുതിയിടാം. 3/4 അല്ലെങ്കിൽ 3/4 കേട്ടോ. 3/4 അല്ലെങ്കിൽ 3/4 എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും അര എന്ന് വെച്ചാൽ 1/2, ഹാഫ് അല്ലെങ്കിൽ അര. ഇതൊന്ന് കുറച്ചേ നിങ്ങളെ. ഇതൊന്ന് കുറയ്ക്കാൻ. അങ്ങനെ പേജ് നമ്പർ 61ൻ്റെ മേലിൽ നിങ്ങൾ നോക്കിയാൽ ഇതാണ്ട് ഇങ്ങനെ കുറയ്ക്കാനും തന്നിട്ടുണ്ട്. എത്രയിൽ നിന്നാണ്? 3/4ൽ നിന്നും
1/2 കുറച്ച് കാണിക്കാൻ. നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ ചാപ്റ്ററിൽ ഏത് കണക്ക് നോക്കിയാലും ഈ വരയ്ക്ക് താഴെ കിടക്കുന്ന അതായത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെയാണോ അല്ല. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഈ ചെറുതിനെ അങ്ങ് വലുതാക്കാൻ പറ്റുമെങ്കിൽ വലുതാക്കുക, ഇല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറ്റും, കാരണം 2ൻ്റെ ടേബിളിൽ 4 വരുന്നുണ്ട്. അപ്പം നമ്മൾ 3/4 അതുപോലെ അങ്ങ് എഴുതി വെക്കുക അല്ലേ. 2ൻ്റെ ടേബിളിൽ 4 വരുന്നുണ്ട്, എത്ര 2 × 2 4. അപ്പോൾ ആ 2 തന്നെ എന്താ മേളിലും കൊടുക്കുക. നമ്മൾ താഴെ ഏതാണോ എടുത്തത് അത് തന്നെ മേളിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ 3/4 മൈനസ് 1 2 2 2 2 4 = 1/4 വരും. 1/4 വരും. മനസ്സിലാക്കി തന്നെ പോണേ. ഇന്നിവിടെ പറയണോ, അതായത് 3/4 നിന്ന് 3/4 അര പോയി കഴിഞ്ഞാൽ എത്രയാണ്, 3/4 നിന്നും 1/2 കുറച്ചാൽ എത്രയാണ് കേട്ടോ. അപ്പം കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ. നമ്മൾ കൂട്ടുന്നതാണെങ്കിൽ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ, കൂട്ടുന്നതാണെങ്കിലും എന്താ ഇതുപോലെ എഴുതി വെക്കുക. ഇത് തന്നെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ഈ സൈൻ അങ്ങ് മാറുമെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ പ്ലസ് ഇടുക, ഇവിടെ പ്ലസ് ഇടുക. കൂട്ടാനാണെങ്കിൽ 3 2 5 എഴുതുക. കുറയ്ക്കാനായതുകൊണ്ട് 3 2 കുറച്ച് 1 എഴുതുക കേട്ടോ. കൂട്ടാൻ അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അതത്രയും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാണ്. ഇനി നമുക്ക് ടെസ്റ്റിലെ എക്സർസൈസ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ എക്സർസൈസ് ചെയ്തത്. ഒന്നാമത്തത് 1/2 മൈനസ് 2/8 1/2 മൈനസ് 1/8 ആണ്. നമ്മളെപ്പോഴും ഒരു ചോദ്യം തരുമ്പം ആ ചോദ്യത്തിനെ ഒന്നും കൂടി എഴുതിയെടുക്കുക. ഓക്കെ ആണല്ലോ. ഇനിയുള്ള ഇതുവരെ അറിയത്തില്ലെങ്കിൽ ഇനിയെങ്കിലും നോക്കണം കുഞ്ഞുങ്ങളെ. ചോദ്യത്തിനെ അതുപോലെ എഴുതിയെടുക്കുക. എന്നിട്ട് ചെറിയ ഡിനോമിനേറ്റർ ഏതാ, ചെറിയ ഛേദം ഏതാ നോക്കുക. ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ഛേദത്തിനെ നമ്മൾ വലിയ ഛേദത്തിലോട്ട് മാറ്റാൻ, ഇപ്പോൾ 2നെ 8 മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 2 × 4 8. അത് തന്നെ മുകളിലും കൊടുക്കുക. മൈനസ്, ഈ മൈനസാണ് ഈ മൈനസ് കേട്ടോ. 1/8 1 × 4 4 2 × 4 8 മൈനസ് 1/8 = 4 ൽ 1 കുറച്ചാൽ എത്രയാണ്, 3 ആണ്. അപ്പോൾ 3/8 ഇത്രയേ ഉള്ളൂ. ഇനി അത് കൂട്ടാനായിരുന്നെങ്കിലോ, ഇവിടെ പ്ലസ് ഇവിടെയും പ്ലസ്, 4 1 5 ഇത്രയേ ഉള്ളൂ. കൂട്ടാനും കുറയ്ക്കുന്നതിലും ഇനി ടെൻഷൻ വേണ്ട. അടുത്ത് നോക്കുന്നില്ല, 3/4 മൈനസ് 1/8. ഇവിടെ നോക്കിയാൽ ചെറിയ ഡിനോമിനേറ്റർ നോക്കുക, 4 ആണ്. ഇതിനെ വലുതാക്കാൻ പറ്റുമോ? പറ്റും. 4ൻ്റെ കൂടെ 2 ചെയ്താൽ നമുക്ക് 8 പറ്റും അല്ലേ. അപ്പം നമ്മൾ ചോദ്യം അതുപോലെ എഴുതാം, 3/4 മൈനസ് 1/8 കേട്ടോ. ഈ 3/4നെ നമുക്ക് എന്താക്കാം, 8 ആക്കാൻ പറ്റും 2 വെച്ച്. അത് തന്നെ മുകളിലും എടുക്കുക, 2 മൈനസ് 1/8. 3 × 2 6 4 × 2 8 മൈനസ് 1/8 = 5/8 ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടാമത്തെ, ഓരോന്നും നോക്കിപ്പോണേ. അടുത്ത മൂന്നാമത്തെ കണക്ക്. മൂന്നാമത്തെ 1/3 മൈനസ് 1/5. ഇവിടെ നോക്കിയേ, ചെറുത് 3 ആണ്. 3നെ നമുക്ക് 5 ആക്കാൻ പറ്റുമോ? ഏതെങ്കിലും ടേബിളിൽ ഇല്ല, പറ്റത്തില്ല. അപ്പം നമ്മൾ പറ്റാത്തതിനെ എപ്പോഴും ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. എന്താ, താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യണം. 1 × 5 5 മൈനസ് ഇവിടെ ഏത് സൈനാണോ വരുന്നത് അത് തന്നെ ഇടുക. പിന്നെ 1 × 3 3 ഇൻറ്റു പഠിക്കാൻ അറിയാമല്ലോ. 1 × 3 3. അതായത് ഇതിനെ ഇതുകൊണ്ട് ആദ്യം എഴുതുക, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. നടുക്കിടക്കുന്ന സൈൻ ഏതാണെന്ന് വെച്ചാൽ അത് അതുപോലെ എഴുതുക. ബൈ താഴെ എന്താണോ കിടക്കുന്നത് ഇൻറ്റു ചെയ്യുക. 3 × 5 ആണ്. 1 × 5 5 ആണ്. മൈനസ് 1 × 3 3 ആണ്. ബൈ 5 ൽ നിന്ന് 3 പോയാൽ 2 ആണ്. അല്ല സോറി, ഇവിടെ 3 × 5 15 ആണ്. ഇനി 5 ൽ നിന്ന് 3 പോയാൽ 2 ആണ്. 2/15 കിട്ടും കണ്ടോ, 2/15. അടുത്തത് നാലാമത്തെ അല്ലേ, നാലാമത്തെ 2/5 മൈനസ് 1/3. 2/5 മൈനസ് 1/3. ചെറുതാരാണ്? 3 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മൈനസ് 1/3. ചെറിയ സംഖ്യ 3 ആണ്. 3നെ 5 ആക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഒന്നും ആലോചിക്കണ്ട, പെട്ടെന്ന് ക്രോസ് മൾട്ടിപ്പിൾ. എന്താ, 2 × 3 മൈനസ് 1 × 5 ബൈ 5 × 3. 2 × 3 6 മൈനസ് 1 × 5 5 ബൈ 5 × 3 15.
6ൽ നിന്ന് 5 പോയാൽ 1/15, 1/15. എളുപ്പമല്ല നിങ്ങളിത് ചെയ്യാൻ. നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു കണക്ക് എഴുതുമ്പോഴും ചെറിയ സംഖ്യ, ചെറിയ ഡിനോമിനേറ്ററിൽ നമുക്ക് വലുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ വലിയ സംഖ്യയാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ക്രോസ് അങ്ങ് അടിച്ചാൽ കേട്ടോ. ഇനി എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഒന്നും ഇല്ലാതാക്കണ്ട. അതുകൊണ്ട് ആ രീതി തന്നെ അങ്ങ് ചെയ്താൽ മതി. നോക്കിയേ, 2/3 മൈനസ് 1/5. ഇവിടെയും ചെറിയ സംഖ്യ 3 ആണ്. 3നെ നമുക്ക് 5 ആക്കാൻ പറ്റത്തില്ല, ഒരു ടേബിളിലും വരത്തില്ല. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2/3 മൈനസ് 1/5. 2നെ 5 കൊണ്ടും 1നെ 3 കൊണ്ടും. 2 × 5. ഇതൊക്കെ ബ്രാക്കറ്റിൽ അങ്ങ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഏത് സൈനാണോ വരുന്നത് അതിവിടെ എഴുതുക. 1 × 3 ബൈ 3 × 5. നോക്കാം, 2 × 5 10 മൈനസ് 1 × 3 3 ബൈ 3 × 5 15. 10ൽ നിന്ന് 3 പോയാൽ 7/15. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ പേജ് നമ്പർ 61 എല്ലാ കണക്കുകളും ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടേ ഇങ്ങനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അടുത്ത നമ്മളെല്ലാ പേജും പഠിച്ചാണ് പോകുന്നത്. അതിനകത്തിൽ നോക്കണേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് നിങ്ങളോടത് പറയാം. ഇപ്പം 7 + 3 = 10 അല്ലയോ നിങ്ങളെ? 7ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പം 10 ഇല്ലേ? ഇത് അഡീഷനാണ്. ഇതെന്താ അഡീഷൻ എന്ന് വെച്ചാൽ കൂട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അഡീഷൻ എന്ന് വെച്ചാൽ എന്താണ്? തുക അല്ലെങ്കിൽ സമ്മെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ 7ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോൾ 10 വന്നു. ഇനി ഇതേ സെയിം ഇത് തന്നെ നമുക്ക് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? വ്യത്യാസം. ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം. ഈ സെയിം കണക്ക് തന്നെ ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക, സം എന്ന് വെച്ചാൽ കൂട്ടുക. ആ ഒരു ക്ലൂ ഓർത്ത് വെക്കണം കേട്ടോ. ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക, സം എന്ന് വെച്ചാൽ കൂട്ടുക. നോക്കിക്കേ, നമുക്ക് ഈ 10ൻ്റെ കൂടെ 10 മൈനസ് 3 എത്ര കുഞ്ഞുങ്ങളെ? ഈ 10ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് മറ്റേ സംഖ്യ കിട്ടത്തില്ലയോ? കിട്ടും അല്ലേ? ഈ 10ൻ്റെ കൂടെ ഇത് നമ്മൾ അഡീഷനാണ്. 7ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 7 + 3 = 10 ആണെന്ന് നമുക്കറിയാം, സംശയമില്ലല്ലോ. ഇത് സമ്മാണ്. ഇനി ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് 10ൽ നിന്നും 3 കുറച്ചാൽ 10 - 3 7 ആണ്. അതുപോലെ നമുക്ക് എന്തെഴുതാം? 10 - 7 എന്ന് പറഞ്ഞാലും എന്താ? 10ൽ നിന്നും 7 കുറച്ചാലും നമുക്ക് ആ സംഖ്യ കിട്ടത്തില്ലേ? അപ്പോൾ ഈ 3 പേരും ഇതിനകത്തിൽ വരുന്നുണ്ട് അല്ലേ? 7ഉം 3ഉം 10ഉം, 7ഉം 3ഉം 10ഉം, 7ഉം 3ഉം 10ഉം അല്ലേ? 3 പേരും വരുന്നുണ്ട്. കാര്യം പിടികിട്ടിയല്ലോ. ഇതിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ പറയണോ? ഇപ്പം ഞാൻ പറയാം. 5 + 4 = 9. 5ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോൾ 9 വന്നെന്ന് അല്ലേ? 5 + 4 = 9. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഫറൻസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഒന്നുകിൽ 9 - 4 = 5 എന്ന് എനിക്ക് എഴുതാം, അല്ലെങ്കിലോ 9 - 5 = 4 എന്നും എഴുതാമെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? അതായത് ഇപ്പം 6 + 5 = 11 കൂട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ്. ഇനി ഞാൻ ആ 11ൽ നിന്നും ഈ 5 കുറച്ചാൽ എനിക്ക് മറ്റേ 6 കിട്ടും. ഈ 11ൽ നിന്നും 6 കുറച്ചാൽ എനിക്ക് മറ്റേ 5 കിട്ടും. ഇത് ഓക്കെ ആയവർക്ക് ഇനി നമുക്ക് ആ ടെസ്റ്റിൽ എക്സർസൈസ് ചെയ്യാൻ പറ്റും. നല്ലപോലെ മനസ്സിലാക്കണേ. നമുക്ക് ടെസ്റ്റിൽ എക്സർസൈസ് ചെയ്യാം. തുക സമ്മ്. ഫസ്റ്റ് തന്നേക്കുന്നത് എന്താണെന്നറിയോ? ഹാഫ്, അതായത് അര പ്ലസ് ഹാഫ്. അരയും കൂടെ കൂട്ടുമ്പോൾ, അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്, അതിനെ അതുപോലെ എഴുതുക. മുകളിൽ 1 1 2 2/2 നമ്മൾ കുറേ പഠിച്ചതാണ്. ഏതൊരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ അല്ലെ ഭാഗിച്ചാൽ 1 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ, ഉണ്ടാവും നിങ്ങളെ. അപ്പോൾ ഇത് നമ്മൾ സമ്മാകണ്ടേ അല്ലേ? കൂട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം എഴുതാൻ നമ്മൾ എന്തോ ചെയ്യും? 1 മൈനസ് അല്ലേ? 1 മൈനസ് ഹാഫ് 1 മൈനസ് ഹാഫ് ഹാഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ 1ൽ നിന്ന് അര പോയാൽ അരയായിരിക്കും. മനസ്സിലായോ? ഇല്ലേ? ഒരെണ്ണം കൂടെ ഞാൻ പറയാം നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. 1/3 + 2/3 അല്ലേ? ഇവിടെ നോക്കിക്കേ, 3യും 3യുടെ എഴുതിയാൽ എന്താ? 3 3 3 ആണ് അല്ലേ? 1 + 2 എന്താ? 3 ആണ്. ഈ ബോക്സിലെ ഇത് വേണ്ടാത്ത അറിയാൻ വേണ്ടി പറഞ്ഞതാ.
കേട്ടോ. കാരണം ഇത് എത്ര വരുന്നത് ഒരേ സംഖ്യ തന്നെ ആയതുകൊണ്ട് 1 ആണ് കേട്ടോ, 1 ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ എഴുതും? ഒന്നുകിൽ നമ്മൾ 1ൽ നിന്നും ഫസ്റ്റ് ഇതിനെ കുറയ്ക്കുക, 1 മൈനസ് 2/3 അങ്ങനെ കുറയ്ക്കാം അല്ലേ. 1 മൈനസ് 2/3 എടുത്താൽ നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന 1/3 കിട്ടും. ഈ 3 എണ്ണം വരും കുഞ്ഞുങ്ങളെ, ഈ 3 എണ്ണം. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ഞാൻ എഴുതത്തില്ല, കാരണം നമ്മൾ ചെയ്യുമ്പം ഓൾറെഡി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറും. മറ്റേ ഈ 3 എണ്ണത്തിൽ ഇപ്പോൾ 4 എണ്ണം വന്നപ്പോൾ എന്തോ ചെയ്യും എന്നൊരു ഡൗട്ട് വരുന്നതുകൊണ്ടാണ്. 1ൽ നിന്നും 2/3 കുറച്ചാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. ഇനി അടുത്ത ആരാ? 1ൽ നിന്നും ഇത് നമ്മൾ കുറച്ചു, ഇനി ഇതിനെ കുറയ്ക്കാം. 1/3 കുറച്ചാൽ മറ്റേ സംഖ്യ ആരാ? 2/3 നമുക്ക് കിട്ടുമെന്ന്. ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അടുത്ത 1/4 പ്ലസ് 3/4 ഈസ് ഈക്വൽ ടു 3ഉം 1ഉം 4, 4ഉം 4ഉം 4. അപ്പോൾ നമുക്ക് എത്ര? 1 വരും. നീ ചെയ്യേണ്ടല്ലോ, അറിയാമല്ലോ. 3ഉം 1ഉം 4, ഈ 4 തന്നെ. അപ്പം 4/4 1 കേട്ടോ. അതങ്ങ് ഒഴിവാക്കി നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും. മനസ്സിലായോ? 3ഉം 1ഉം 4 ആണ്, 4ഉം 4ഉം 4. ബേസ് ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് 4 ആണ്. അപ്പം 4/4 എന്ന് പറയുന്നത് 1 വരും അല്ലേ. നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ 4/4 1 വരും. അപ്പം നമ്മൾ അതിനെ എഴുതാൻ കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു പോയിൻ്റ് ഒഴിവാക്കിയത്. വേണമെന്നുണ്ടെങ്കിൽ ഇതാ കുഞ്ഞുങ്ങളെ ഇപ്പം 4/4 എന്ന് പറയുന്നത് 1 ആണെന്ന് കേട്ടോ. ഇനി അതിനെ നമുക്ക് എങ്ങനെ ഡിഫറൻസ് കാണാൻ പറ്റും? ഫസ്റ്റ് കിട്ടിയ ആൻസർ എഴുതുക, മൈനസ് അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്നതിനെ കുറയ്ക്കുക. ആ ഒരു ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി. ഫസ്റ്റ് ആൻസർ എഴുതുക, അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്നത് അങ്ങ് കുറയ്ക്കുക, അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതിനെ കിട്ടുമെന്ന്. ഇത്രയേ ഉള്ളൂ. ഇനി ഫസ്റ്റ് 1 എടുക്കുക, ഫസ്റ്റിൽ കിടക്കുന്ന ആളിനെ. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തു. ഇനി അടുത്ത ഇതിനെ 1/4 കുറച്ചാൽ നമുക്ക് എത്ര കുറയ്ക്കുമല്ലേ? എത്ര കിട്ടും? 3/4 കിട്ടുമെന്ന്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. അടുത്ത 1/5 പ്ലസ് 4/5 ഈസ് ഈക്വൽ ടു 5/5 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആൻസർ 1 മൈനസ് കുറയ്ക്കാൻ. വ്യത്യാസം എന്ന് എപ്പോൾ കേട്ടാലും കുറയ്ക്കാനാണ്. വ്യത്യാസം അല്ലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കാനാണ്. ഫസ്റ്റ് ലെഫ്റ്റിൽ കിടക്കുന്ന ആൾ 4/5 ഈസ് ഈക്വൽ ടു ഫസ്റ്റിൽ കിടക്കുന്ന ആൾ വരും. ഇനി അടുത്ത 1 മൈനസ് ഫസ്റ്റിൽ കിടക്കുന്നത് 1/5 ഈസ് ഈക്വൽ ടു നടുക്ക് കിടക്കുന്ന വരും 4/5. കണ്ടോ? ഈ 2 എണ്ണം, കാരണം 3 എണ്ണം 1 2 3 ആ 3 എണ്ണത്തിനെ ആണ് ഈ ചെയ്യുന്നത്. ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ വരും കുഞ്ഞുങ്ങളെ. കാരണം മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ട് ഇത് മനസ്സിലായവർക്ക് കേട്ടോ, ഇത് മനസ്സിലാവുന്നവർക്ക് ഇത് മനസ്സിലാവും. അടുത്തത് 1 2 3 4 5 ലാസ്റ്റിലത്തെ 2/5 പ്ലസ് 3/5 ഈസ് ഈക്വൽ ടു 5/5 ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എഴുതാം. ഒന്നാമത് 1 മൈനസ് കിട്ടിയ ആൻസർ ഫസ്റ്റിൽ എഴുതുക. പിന്നെ ഈക്വലിന് ലെഫ്റ്റിൽ കിടക്കുന്ന ആളെടുത്ത് 3/5. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ 2/5 കിട്ടും കേട്ടോ. അതായത് 3ൽ നിന്ന് 1 പോയാൽ 2, ഈ 5നെ അതുപോലെ അങ്ങ് എഴുതുക. പിന്നെ ഇനി ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പം 1 മൈനസ് 3/5 എങ്ങനെയാണ് വന്നതെന്ന് സംശയമുണ്ടോ നിങ്ങളെ? ഉണ്ടെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ ഏതൊരു നമ്പറിൻ്റെയും കേട്ടോ, നാച്ചുറൽ നമ്പറിൻ്റെയും താഴെ എന്തോ ഉണ്ടെന്നറിയാം, 1 ഉണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ പഠിക്കാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി ഉണ്ട്. ഇപ്പം നമ്മൾ 1 2 3 4 എന്ന് എഴുതത്തില്ലയോ? ഇതിൻ്റെ എല്ലാ അടിയിൽ ആരുണ്ട്? 1 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ അടിയിൽ 1 ഉണ്ട്. അപ്പോൾ ഈ 1ൻ്റെ അടിയിലും ആരുണ്ട്? 1 ഉണ്ട്. നോക്കിയേ, ഡിഫറൻ്റ് ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തുകൂടായോ? എങ്ങനെ എഴുതും? 1 × 5 5, 1 × 3 3/5 ഈസിക്കൽ ടു 5ൽ നിന്ന് 3 പോയാൽ 2/5. കണ്ടോ? അങ്ങനെ ചെയ്താലും എങ്ങനെ ചെയ്താലും കിട്ടും. നമുക്ക് ആ ബോക്സിൽ തന്നത് വെച്ച് ഞാൻ അങ്ങ് പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വന്നു? 2/5. ഇനി നമ്മൾ 3/5നെയാണ് ഇവിടെ കുറച്ചത്. ഇനി ആരുണ്ട് അവിടെ? 1 മൈനസ് 2/5 എടുത്തില്ല. അപ്പം നമുക്ക് എന്താ അടുത്തത് കിട്ടും? ഇത് തിരിച്ചും മറിച്ചും കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? ഇത് നല്ലപോലെ മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ 1 ലിറ്റർ പാലിൽ നിന്നും 1/4 ലിറ്റർ എടുത്തു. നോക്കണേ കുഞ്ഞുങ്ങളെ, 1 ലിറ്റർ മനസ്സിലാക്കി പോണേ. ഇത്
ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടും. 1 ലിറ്റർ പാലിൽ നിന്നും കാലെന്ന് കേൾക്കുമ്പോഴേ 1/4 ആണെന്ന് ഓർത്തണം. 1/4 ലിറ്റർ ഇങ്ങെടുത്തു. മൊത്തം 1 ലിറ്റർ പാലുണ്ടായിരുന്നു, അതിനകത്തിൽ 1/4 ലിറ്റർ പാൽ ഇങ്ങെടുത്തെങ്കിൽ ബാക്കി എത്രയുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാം. ബാക്കി എത്രയുണ്ടെന്ന് നോക്കാം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1, അതിൽ നിന്നും എത്ര കുറച്ചത്? 1/4 ആണ് കുറച്ചത്. മനസ്സിലായോ? 1/4 ആണ് കുറച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് അപ്പോൾ നോക്കിക്കേ. ഇതിനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആ പറഞ്ഞ രീതി വെച്ച് വേണമെങ്കിലും ചെയ്യാം കുഞ്ഞുങ്ങളെ. 1/1 എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് എടുക്കുക. 1ൻ്റെ അർത്ഥം 1/1 മൈനസ് 1/4 കേട്ടോ. ഡിഫറൻ്റ് ഡിനോമിനേറ്റർ ഏത് കണക്കിൻ്റെ വന്നാലും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എന്താ? 1 × 4 4 മൈനസ് 1 × 1 1 ബൈ 1 × 4 4. 4ൽ നിന്ന് 1 പോയാൽ 3/4 കേട്ടോ. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇതിനെ വേറെ രീതിയിലും ചെയ്യാം. ഇപ്പം 1 ഉണ്ട്. 1/1 മൈനസ് 1/4. എന്നിട്ട് ഇതിനെ നമ്മൾ എന്താക്കണം? അങ്ങ് 4 ആക്കണം. അതായത് 1 × 4 1 × 4. അപ്പോൾ എന്നൊരു 4/4 മൈനസ് 1/4 = 3/4. ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം നമ്മൾ ആദ്യം മുതലേ ഒരുപാട് രീതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും ഈ മെത്തേഡ് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? ആദ്യമായിട്ടല്ലേ നിങ്ങളെ കേൾക്കുന്നത്? കാരണം 1 എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ 1 ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എല്ലാ നാച്ചുറൽ നമ്പറിൻ്റെയും കേട്ടോ, എണ്ണൽ സംഖ്യകളുടെയും അടിയിൽ എന്തുണ്ട്? 1 ഉണ്ടെന്നൊരു ക്ലൂ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട്. 1/1 എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചില്ലേ? 1/1 എന്ന് വെച്ചാൽ അർത്ഥം 1 ആണ്. 2/2 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 1 ആണ്. നമ്മളിപ്പോൾ കുറേ പഠിച്ചില്ലേ? അപ്പം 1ൻ്റെ അർത്ഥം എന്താ? 1/1 എന്നാണ് കേട്ടോ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്പിൾ. നിങ്ങൾ ആ ക്രോസ് മൾട്ടിപ്പിൾ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ തെറ്റത്തില്ല കേട്ടോ. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണോടെ നോക്കിയേ. ഒരു പടം തന്നിട്ടുണ്ട്. വട്ടത്തിൻ്റെ എത്ര ഭാഗത്തിന് നിറം കൊടുത്തു? മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? 8 എണ്ണത്തിൽ 5 എണ്ണത്തിൽ ഒരു എത്ര നിറം കൊടുക്കാനുണ്ട്? നിറം കൊടുക്കാനുള്ള ഭാഗത്തിൻ്റെ കണക്ക് എങ്ങനെ? അതായത് ഒരു വൃത്തം മീൻസ് 1. ഒരു വൃത്തത്തിൻ്റെ ആ പടത്തിൽ എങ്ങനെ എഴുതാവുന്നല്ലേ? മൊത്തം എത്ര ഉണ്ട് ആ പടത്തിൽ? എന്നുണ്ടേ മൊത്തം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? ഇത് മൊത്തം 8 എണ്ണം. അപ്പോൾ ആ 8 എത്രനാണ് കളർ കൊടുത്തത്? 5 എണ്ണത്തിനാണ് കളർ കൊടുത്തത്. 5. ഇതാണ് സംഭവം. അപ്പം നമ്മൾ പഠിച്ച രീതി വെച്ച് എങ്ങനെ എഴുതാം? 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 1/1 ആണ്. ഈ 1 എവിടെ നിന്ന് വന്നു എന്ന് സംശയം പാടില്ല. 1/1 കേട്ടോ. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ടെസ്റ്റിലെ 62ാമത്തെ പേജിലെയാണ് ഒരു വൃത്തം കൊടുത്തിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ 5 ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്. വട്ടത്തിൻ്റെ എത്ര ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്? കളർ എത്ര? 5 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ എഴുതാം. മൊത്തം വൃത്തം എത്രയാണ്? അവിടെ ഒരു വൃത്തമുണ്ട് അല്ലേ? ഓൾറെഡി ഒരു വൃത്തമുണ്ട് അവിടെ. അതിൻ്റെ മൊത്തം എത്രയാണെന്ന് എഴുതുക. മൊത്തം എണ്ണം താഴെ കൊടുക്കുക. കളർ കൊടുത്തത് മേളിൽ കൊടുക്കുക. 8ൽ 5 ഭാഗം അല്ലേ? എത്ര ഭാഗത്തുകൂടി ഇനി നിറം കൊടുക്കാനുണ്ട്? 1 2 3 അല്ലേ? 3/8. മനസ്സിലാവുന്നുണ്ടോ? കളർ കൊടുത്തത് 5 ഭാഗവും കളർ ഇനി കൊടുക്കാനുള്ളത് 3/8. അപ്പോൾ എത്ര? 5/8 പിന്നെ പ്ലസ് മൊത്തം എത്ര? 3/8 8/8 1 അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? മൊത്തത്തിൽ ഒരു വൃത്തമായിരുന്നു അല്ലേ? അതിൻ്റെ 8ൽ 5 ഭാഗം പിന്നെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ഭാഗം കൂടെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആ പടം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി 3 ഭാഗം കൂടെ കളർ കൊടുക്കാനുണ്ടെന്ന്. പക്ഷേ ഇത് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കളർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്തു. പക്ഷേ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കേട്ടോ. ഇതൊരു ക്ലൂ ആണ് കുഞ്ഞുങ്ങളെ. താഴെ 1 ഉണ്ട്. -5/8 ആണ് കേട്ടോ. ഇത് 1നെ ഒന്നുകിൽ 8 ആക്കുക, 1നെ 8 ആക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. നമുക്കിതിനെ അങ്ങ് 8 ആക്കാം. 1 × 8 1 × 8 കേട്ടോ. ഒരു 8 8 താഴെ 8 -5/8. 8ൽ നിന്ന് 5 പോലെ എത്ര? 3/8. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്നതാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പടം കണ്ടാൽ നമുക്കറിയാം. എന്നാലും അതെങ്ങനെ കിട്ടും എന്നറിയാൻ വേണ്ടി കേട്ടോ. നീ അടുത്ത
ടെസ്റ്റിലെ അടുത്ത ചോദ്യമാണ്. ചോദ്യം നിങ്ങളങ്ങ് നോക്കണേ. അതായത് ഈ ചോദ്യം ഇത് ഇംഗ്ലീഷിൽ വായിക്കണോ നിങ്ങളെ നോക്കട്ടെ. അതായത് 2.5 കിലോഗ്രാം ചേനയിൽ നിന്ന് കേട്ടോ ഉണ്ട് 2.5 കിലോഗ്രാം ചേനയിൽ നിന്ന് 1.25 കിലോഗ്രാം കഷ്ണം വെട്ടിമാറ്റി മിച്ചം എത്ര കിലോഗ്രാം? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 2.5 കിലോഗ്രാം ചേനയിൽ നിന്നും 1.25 കിലോഗ്രാം കഷ്ണം അങ്ങ് വെട്ടിമാറ്റി മിച്ചം എത്ര കിലോഗ്രാം? നിങ്ങളുടെ ബുക്കിൽ ടെസ്റ്റിൽ ഫ്രം എ 2.5 കിലോഗ്രാം യാം ചേനയാണ്, 1.25 കിലോഗ്രാം പീസ് ഈസ് കട്ട് ഓഫ്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ റിമൈനിങ് പീസ്? വി ക്യാൻ റൈറ്റ് ഇൻ ഔട്ട് ലൈക്ക് ദീസ്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 63 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു പച്ചക്കറി കടയിൽ ചെന്നിട്ട് ചേന മേടിച്ചതാണ്. അപ്പോൾ എത്രയൊക്കെയായിരുന്നു നോക്കിയോ നിങ്ങൾ. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാണ് കേട്ടോ. നോക്കിക്കേ, 2.5 കിലോഗ്രാം യാം അല്ലെങ്കിൽ ചേന. മൊത്തം എത്ര? 2.5 കിലോഗ്രാം ചേന. അതിൽ 1.25 കിലോഗ്രാം, 1/4 എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയണേ 1/4 ആണ്. കിലോഗ്രാം എന്ത് ചെയ്തു? വെട്ടിമാറ്റി, കട്ട് ചെയ്തു. പിന്നെ കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിമാറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ബാക്കി എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു ചേന അതിൽ നിന്ന് 1.25 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര നോക്കാം. 1/2 പിന്നെ അല്ലേ ഫസ്റ്റ്, അതിനെ പ്ലസ് എത്ര 1/4. നമ്മൾ ഇന്നലെ കഴിഞ്ഞ പാർട്ടി ചെയ്തതാണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി തന്നെ 2 + 1/2 പ്ലസ് 1 + 1/4 ഇങ്ങനെ എഴുതുക. ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന 2-നെയും 1-നെയും ഇങ്ങെടുക്കുക. 2 + 1 മനസ്സിലായോ? പ്ലസ് പിന്നെ ആരാ? ഒരു 1/2 ഉണ്ട്, ഒരു 1/4 ഉണ്ട്. അപ്പം 2 + 1 എന്ന് വെച്ചാൽ 3 ആണ്. പ്ലസ് ഇവിടെ നോക്കിയാൽ 2ഉം 4ഉമാണ്. ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്, ഛേദം ഡിഫറൻ്റ് ആണ്. ഇതിനെ നമുക്ക് എന്താക്കാം? 2നെ 4 ആക്കി കൂടായോ? 2 × 2 4 ആയില്ലയോ? അപ്പോൾ ആ 2 മേളിലും കൊടുക്കുക. അപ്പോൾ എത്ര? 2/4 + 1/4. അപ്പോൾ 3 + 3/4. 3 + 3/4. 2 1 3. അയ്യോ സോറി കുഞ്ഞുങ്ങളെ, കുറയ്ക്കാനല്ലേ ഇവിടെ എല്ലാം ഞാൻ കൂട്ടി വെച്ച്. നമുക്ക് വെട്ടി കുറയ്ക്കാനല്ലേ കേട്ടോ. അയ്യോ ഇവിടെ എല്ലാം കുറയ്ക്കാനായിട്ടോ. ഇവിടെ വന്നപ്പോൾ അപ്പോൾ മാറി. സോറി. ഇവിടെ നോക്കിക്കേ, 2ൽ നിന്ന് 1 പോയാൽ 1 ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാനൊന്നുകൂടെ കാണിക്കാം. ഇത് ഇത്രയൊക്കെ ആണല്ലോ. 2 + 1/2 മൈനസ് 1 + 1/2. ഇത് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. അതെ, 2 + 1/2. അതായത് ഇതിനെ നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്തു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ഇവിടെ 2ഉം 1ഉമാണ്. 2ഉം 1ഉമാണ്. അതിനെ ഇങ്ങനെ എടുക്കുക. പിന്നെ ബാക്കി ആരാ ഇവിടെ? 1/2 അല്ലേ, മൈനസ് 1/4. അപ്പം ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നുകൊണ്ട് നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുത്തു, ഇവിടെയും 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2ൽ നിന്ന് 1 പോയാൽ 1 ആണ് കേട്ടോ. 1 പിന്നെ പ്ലസ് പിന്നെ ആരാ? 1 പ്ലസ് 1 2 2 2 2 4 മൈനസ് 1/4. അപ്പം 1 പ്ലസ് 2ൽ നിന്ന് 1 പോയാൽ 1 ആണ്, 1/4 വരും. 1 പ്ലസ് നടുക്കിടേണ്ടത് ആൻസറിൽ 1/4 ആവും. ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ. 2.5 കിലോഗ്രാം ചേന 1.25 കിലോഗ്രാം കട്ട് ചെയ്യുക. ഒരു ചേന എടുത്തിട്ട് ഇത് ഫുള്ള് ഇതിൻ്റെ 1.25 കിലോഗ്രാം അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടെന്ന് അതാ ചോദ്യം. അപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന മിക്സർ ഫ്രാക്ഷനിൽ വരുന്നതിനെ അല്ലേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത കണക്കിനകത്തിൽ 2 + 1/2 ആണ്, 1 + 1/4 ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഇതങ്ങ് മായിച്ചേരെ. ഇനി നോക്കിയേ, ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന 2 - 1 അല്ല, 2 - 1 ബാക്കി വരുന്ന 1 + 2ഉം 1/4ഉം എടുക്കുക കേട്ടോ. 1/2ഉം 1/4ഉം എടുക്കുക കേട്ടോ. ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, പ്ലസ് മറക്കല്ലേ. കാരണം ഈ 2 + 1/2ഉം 1 + 1/4ൻ്റെയും പ്ലസ് ഇവിടെ ഇടാൻ മറക്കരുത് കേട്ടോ.
നമ്മുടെ ചോദ്യം മൈനസാണ്, കുറയ്ക്കാനാണ്. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ നമ്മൾ പ്ലസ് ചെയ്തില്ലേ, ഇതും പ്ലസ് ചെയ്തുകൊണ്ട് ഇവിടെയും പ്ലസ് ഇടണം. കൺഫ്യൂഷൻ വരല്ലേ കേട്ടോ. ഇവിടാണ് കുറയ്ക്കേണ്ടത്, ഇവിടെയാണ് നടുക്ക് കൂട്ടണം, സൈഡ് 2 കുറയ്ക്കണം. ഈ ഓരോ മോഡൽ പഠിക്കുമ്പോഴും ഓർത്തോണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ അതേ കണക്ക് ഞാൻ വേറൊരു രീതിയിൽ നിങ്ങളെന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. മനസ്സിലാവുന്നവർ നോക്കിക്കോണേ. 2 1/4 മൈനസ് 1 1/2 എന്ന് പറയുന്ന ഒരു ചോദ്യം മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. ഇത് ഞാൻ വേറൊരു രീതിയിലൊന്ന് മനസ്സിലാക്കി തരാം. ചിലവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. 2 1/4 അതായത് 2.25 കിലോ അല്ലേ, 2.25 1.5 ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനിൽ തരുന്നതിന് എന്തോ ആക്കണമെന്നറിയോ, അങ്ങ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. എന്ന് വെച്ചാൽ എന്താ അറിയോ, താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ തരുന്ന സംഖ്യയെ കൂട്ടണം. അതായത് നമ്മൾ ഈ ടിക്ക് ഇടത്തില്ലേ കുഞ്ഞുങ്ങളെ, ഈ ടിക്ക് ഓർത്താൽ മതി. എന്നിട്ട് താഴെ എന്താണോ തന്നത് അത് അതുപോലെ എഴുതുക. മൈനസ് 1 ഇൻറ്റു താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം. താഴെ എന്താണോ വരുന്നത് അത് എഴുതുക. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. അപ്പോൾ 2 4 8 8 1 9/4 വന്നു. മൈനസ് 1 2 2 2 1 3/2 വന്നു. ഇവിടെ നോക്കിയാൽ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2നെ അങ്ങ് 4 ആക്കി. അപ്പോൾ 2 കൊടുത്തു, ഇവിടെയും 2 കൊടുത്തു. അപ്പോൾ നോക്കിയേ 9/4 മൈനസ് 2 6/4 ഈസിക്കൽ ടു 8 9 3/4. എങ്ങനെയുണ്ട്, ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഏത് രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും മാത്സ് പെട്ടെന്ന് മനസ്സിലാകത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ ഓരോ മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ചില കുട്ടികൾക്ക് ഇതിപ്പം ഈ കാലും മരയും ഇങ്ങനെ 2 1/2 1/3 3/4 ഇതൊക്കെ അങ്ങ് തലവേദന എടുക്കും, ഇതൊക്കെ എന്തുവാ ഇല്ലയോ എന്ന് വരും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇപ്പം 4 2/8 എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്തതെന്ന് അറിയോ, ടിക്ക് ഇടാൻ അങ്ങ് പഠിച്ചാൽ മതി. ടിക്ക് അതായത് താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്യണം. 4 × 8 പ്ലസ് 2. അത് അറിയാവുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഏത് കണക്കിന് എത്ര വലിയ കണക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇവിടെ 2 × 4 + 1. ഇനി ഈ 4 താഴെ, അതിൻ്റെ താഴെ 4 എന്താണോ കൊടുത്തേക്കുന്നത് അത് എഴുതുക. മൈനസ് 1 × 2 + 1 ഉണ്ട് കണ്ടോ. ഇന്ന് ആ താഴെ ഏതാണോ ഇതിൻ്റെ കിടക്കുന്നത് അത് അതിൻ്റേതായ താഴെ എഴുതുക. ഇവിടെ 2 × 4 8 8 1 9/4 1 × 2 2 + 3 3/2. ഇനി നമ്മൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ് അല്ലേ. ഈ പാഠത്തിനകത്ത് ഇതേ ഉള്ളൂ. എങ്ങനെ വന്നാലും ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആക്കി നിങ്ങളെ കാണിക്കുക, നിങ്ങളതിനെ സെയിം ആക്കി എഴുതുക. അതാവും നിങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ള്. ഇതിപ്പോൾ ഏത് കണക്ക് തന്നാലും നിങ്ങളുടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ഏത് കണക്കെടുത്ത് നോക്കിക്കേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്. നമ്മളപ്പോൾ ആ ചെറിയ ഡിനോമിനേറ്ററിനെ വലിയ ഡിനോമിനേറ്റർ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കി, ഇവിടെ 4 വലുത്, ചെറുത് 2. ഈ 2നെ 4 ആക്കാൻ ശ്രമിക്കുക. 2നെ നമ്മൾ 4 ആക്കിയപ്പോൾ 2 × 2 വന്നപ്പോൾ 4 ഏത് സംഖ്യയാണോ ഇവിടെ എടുത്തത് ആ സംഖ്യ തന്നെ മേളിൽ കൊടുക്കുക. 3 × 2 6 കണ്ടോ. അപ്പോൾ 9 നിന്ന് കുറയ്ക്കാനായതുകൊണ്ട് 9 - 6 3 3/4. ഇതറിയാവുന്ന കുട്ടികൾക്ക് ആ കണക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത ലിങ്കിലിടാം കുഞ്ഞുങ്ങളെ. ഒരൊറ്റ പാർട്ടൂടെ വെച്ചിട്ട് അടുത്ത ലിങ്കിൽ ഇടാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.